നമസ്കാരം. പങ്കാളിയുടെ വെട്ടേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. ഇതോടെ പുറത്തുവരുന്നത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലും പ്രതികാരവുമാണ്. സംഭവത്തിന് പിന്നാലെ കാണാതായ 9 വയസ്സുകാരിയെയും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് തിരുനെല്ലി ചേകാടി വാഗേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എടയൂർക്കുന്ന് സ്വദേശി പ്രവീണ എന്ന 34-കാരി കൊല്ലപ്പെട്ടത്. ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷാണ് കൊലപാതകം നടത്തിയത്. രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. ഭർത്താവ് സുധീഷുമായി അകന്നു കഴിഞ്ഞിരുന്ന പ്രവീണ മക്കളായ അനർഘ, അബിന എന്നിവർക്കൊപ്പമാണ് വഗേരിയിൽ താമസിച്ചിരുന്നത്. വിവാഹമോചനം നേടിയെന്നും സൂചനയുണ്ട്. ദിലീഷിന്റെ ആക്രമണത്തിൽ മൂത്ത കുട്ടിയായ അനർഘയ്ക്കും പരിക്കേറ്റിരുന്നു. കഴുത്തിലും ചെവിക്കും വെട്ടേറ്റ അനർഘയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇളയ കുട്ടി അഭിനയെയും ദിലീഷിനെയും കാണാതായിരുന്നു. അനർഘയുടെ നില ഗുരുതരമല്ല. ഇളയ കുട്ടി അക്രമം കണ്ട് ഭയന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടിരിക്കാമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പപ്പാറ. സ്ഥലത്തെ കനത്ത മഴയും തിരച്ചിലിനെ ദുഷ്കരമാക്കിയിരുന്നു. RRD സംഘവും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തിയത്. കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ടുപോയതായിരുന്നു. കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുത്തു. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കൊലപാതകം നടന്ന സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവം അറിഞ്ഞ് തിരുനെല്ലി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെയും കുട്ടിയെയും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ചും തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചും നടത്തിയ ഊർജിതമായ തിരച്ചിലിനൊടുവിലാണ് എസ്റ്റേറ്റിന് സമീപത്തെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്ന് ദിലീഷിനെയും കുട്ടി അഭിയെയും കണ്ടെത്തിയത്. തിരച്ചിലിനിടെ ഒരു മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി പ്രവീണയുടെ 9 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അടുത്തുള്ള തോട്ടത്തിലേക്കാണ് പോയത്. ഇവിടെ മറങ്ങിയിരുന്ന ഇയാളെ ഇന്ന് രാവിലെ പോലീസ് പിടികൂടുകയായിരുന്നു. ദിലീഷ് പ്രവീണയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും ലഭ്യമായിട്ടില്ല. സുധീഷ് എന്നയാളെയാണ് യുവതി ആദ്യം വിവാഹം കഴിച്ചത്. ഇയാളുമായി അകന്നതിന് ശേഷമാണ് ദിലീഷുമായി ഒരുമിച്ച് താമസിച്ചിരുന്നത്. അടുത്തിടെ ദിലീഷുമായി പ്രവീണ അകലാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ദിലീഷിന് സംശയരോഗമുണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ദിലീഷ് 7 മണിയോടെ ആയുധം ഉപയോഗിച്ച് പ്രവീണയെ ആക്രമിച്ചു. വീട്ടിൽ നിന്നിറങ്ങി ഓടിയ മൂത്ത മകൾ പരിസരവാസികളെ അറിയിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. ഇളയ കുട്ടിക്കായി നാട്ടുകാർ പരിസരത്ത് രാത്രി തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വന്യജീവി ശല്യമുള്ള എസ്റ്റേറ്റ് മേഖലയിലെ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള വീട്ടിൽ നിന്നായതിനാൽ കുട്ടിയെ കാണാതായത് ഏറെ ആശങ്ക ഉയർത്തിയിരുന്നു. വന്യമൃഗങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് പ്രതികൂല കാലാവസ്ഥയും തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു.